അർക്കേൻ എന്ന് പറയുന്ന ഒരു ആനിമേറ്റഡ് സീരീസ് കഴിഞ്ഞ ദിവസം കണ്ടു തീർക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു സംഭവം കണ്ടു തീർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മനസ്സിലോട്ട് വന്ന ആദ്യത്തെ തോട്ടം എന്ന് പറയുന്നത് ഇതിനെ വെല്ലുന്നൊരു ആനിമേറ്റഡ് സീരീസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സിനിമകൾ കാണും, പക്ഷേ ഒരു ആനിമേറ്റഡ് സീരീസ് അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് ഷോ ഇതിനെ വെല്ലുന്നൊരു ഐറ്റം ഇനി ഇവന്മാരെങ്ങനെ അല്ലെങ്കിൽ ഇനി ആൾക്കാരെങ്ങനെ പടച്ചു വിടും എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. കാരണം ഒരു ആനിമേറ്റഡ് സീരീസിനെ ഏറ്റവും ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തെ ലെവലിലോട്ട് ഉണ്ടാക്കി വിടണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക തരത്തിലുള്ള കഴിവാണ്. ആ സംഭവമാണ് ഈ ഒരു അർക്കേൻ എന്ന് പറയുന്ന സീരീസ് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സീസൺ 2021 പുറത്തിറങ്ങുന്നത്. അപ്പം 2021 അർക്കേൻ്റെ സീസൺ 1 പുറത്തിറങ്ങിയ സമയത്ത് ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. എസ്പെഷ്യലി എനിമി എന്ന് പറയുന്ന ഇമാജിൻ ഡ്രാഗൺസിൻ്റെയൊക്കെ ആ ഒരു സോങ് ഈ ഒരു ആനിമേറ്റഡ് ഷോയിലൂടെയാണ് പുറത്തു വന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ 2021 ടൈമിൽ ഭയങ്കര ഫേമസ് ആയിട്ട് നിന്നൊരു ആനിമേറ്റഡ് ഷോ ആയിരുന്നു അർക്കേൻ. ഇതിനുശേഷം ഇതിൻ്റെ സെക്കൻഡ് സീസണിന് വേണ്ടിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ സീസണിന് വേണ്ടിയും എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. ആൻഡ് ഒരു 2 വീക്സ് മുന്നെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ സീസൺ സ്ട്രീം ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. നെറ്റ്ഫ്ലിക്സിൽ 3 എപ്പിസോഡ്സ് വെച്ചാണ് ഓരോ വീക്കും വന്നുകൊണ്ടിരുന്നത്. അതായത് ടോട്ടൽ 3 ആക്ട്സ് ആയിരുന്നു ഈ ഒരു സെക്കൻഡ് സീസണകത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ആക്റ്റിൽ 3 എപ്പിസോഡ്, രണ്ടാമത്തെ ആക്റ്റിൽ 3 എപ്പിസോഡ്, മൂന്നാമത്തെ ആക്റ്റിൽ 3 എപ്പിസോഡ്. ഈ ഒരു 3 എപ്പിസോഡും കണ്ടുപോകുന്ന സമയത്ത് 3 മാസ്മരിക ഫിനാലെ കണ്ടുപോകുന്ന ഫീലിംഗ് ആണ് സെക്കൻഡ് സീസൺ തന്നത്. അതായത് ഒരൊറ്റ എപ്പിസോഡ് പോലും ലാഗ് അടിപ്പിക്കാണ്ട്, ഒരൊറ്റ എപ്പിസോഡ് പോലും ഒരു നോർമൽ എപ്പിസോഡിൻ്റെ ഫീലിംഗ് തരാണ്ട്, ഒരൊറ്റ എപ്പിസോഡ് പോലും ഒരു എബോവ് ആവറേജ് എപ്പിസോഡിൻ്റെ ഫീലിംഗ് തരാണ്ട് ഓരോ എപ്പിസോഡ്, അതായത് 1 തൊട്ട് 9 എപ്പിസോഡ് വരെ നമുക്കൊരു വേറെ ലെവൽ ഫീലിംഗ് തരുന്ന എക്സ്ട്രാ ഓർഡിനറി എന്ന് നമുക്ക് ഓരോ എപ്പിസോഡിനെ വിളിക്കുവാൻ സാധിക്കത്തക്ക രീതിക്കാണ് ഈ ഒരു സീരീസിൻ്റെ രണ്ടാമത്തെ സീസൺ വന്നിറങ്ങിയത്. ഇതിൻ്റെ 3rd ആക്റ്റിലെ ഫൈനൽ എപ്പിസോഡും കൂടെ കണ്ട് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പൊന്നു മക്കളെ ഇങ്ങനെ ഇരുന്ന് പോയി. അതായത് എങ്ങനെ ഇവന്മാർ ഇത് ഉണ്ടാക്കിയെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. ആക്ച്വലി 2021 ഇറങ്ങിയിട്ട് പിന്നെ 2024 ഈ ഒരു സീരീസ് വരുന്നത്. അതായത് 3 വർഷത്തെ വലിയൊരു ഗ്യാപ്പ് ഈ ഒരു സീരീസിൻ്റെ രണ്ടാമത്തെ സീസൺ ഇറങ്ങാൻ ഉണ്ടായിരുന്നു. ആ ഒരു 3 വർഷം ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് നല്ല പോലെ പണിയെടുത്തിട്ടാണ് സെക്കൻഡ് സീസൺ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചേക്കുന്നത്. അതായത് ഒരു ആനിമേറ്റഡ് സീരീസിൻ്റെ ഏറ്റവും ഇസ്രടി, അതായത് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളെയും പീക്കസ്റ്റായിട്ട് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും അത്രയ്ക്ക് പീക്കായിട്ടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു സീരീസിനകത്ത് പല ടൈപ്പ് ഓഫ് ആനിമേഷൻ സീക്വൻസസ് വരുന്നു. അതായത് പെൻസിൽ ആർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി വാട്ടർ കളർ ആർട്ട് ആയിക്കോട്ടെ, ഇനി അതല്ലാണ്ട് നമ്മൾ നോർമലി കണ്ടുവരുന്ന ആനിമേഷൻ സീക്വൻസസ് ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കാത്ത തരത്തിലുള്ള ആനിമേഷൻ സീക്വൻസസ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും. അതായത് ചില സ്ലോമോ ഐറ്റംസ് ഒക്കെ വരും. എൻ്റെ പൊന്നു, അത് സ്മൂത്ത് ആസ് ബട്ടർ, അത്രയ്ക്ക് കിടിലനായിട്ടാണ് പോകുന്നത്. പോരാത്തതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, എൻ്റെ പൊന്നു. ഒരു ബ്ലഡ് ആൻഡ് ആഷസ് എന്ന് പറഞ്ഞിട്ട് 1ാമത്തെ ആക്ടിൻ്റെ 3ാമത്തെ എപ്പിസോഡിൽ ഒരു സാധനം വരുന്നുണ്ട്. അതൊക്കെ എൻ്റെ പൊന്നെ കേട്ടിരിക്കാൻ എന്നെ രസമെന്നറിയാം. അതായത് ഇതിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ കേട്ടിരിക്കാൻ ഒരു വൈബായിരിക്കും. അമ്മാതിരി രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷോയാണ് അർക്കേൻ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾ ലൈഫിലൊരു ബോംബാസ്റ്റിക് ഫീലിംഗ് ആയിരിക്കും മിസ് ചെയ്യുന്നത്. അതായത് ഇത് നമുക്ക് തരുന്ന ആ ഒരു അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന ഒന്ന് വേറെയാണ്. ക്യാരക്ടർ ഇമോഷൻസും സ്റ്റോറി ലൈനും വേൾഡ് ബിൽഡിങ്ങും എല്ലാ സംഭവങ്ങളും, അതായത് ഒരു ഷോയെ എത്ര പെർഫെക്റ്റ് ആക്കാവോ അതിനെ അത്രയും ഗംഭീരമാക്കിയാണ് ഇവരെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലം പോലും നമുക്ക് ശോകമെന്ന് പറയാൻ പറ്റത്തില്ല. ഈവൻ ഇവരിതിനകത്ത് നമ്മുടെ LGBTQ അതുപോലെ തന്നെ വുമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും അതുപോലെ തന്നെ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ നോർമലി കണ്ടുവരുന്ന പല ആൾക്കാരും ഇപ്പോഴും പല ആൾക്കാരും എതിർക്കുന്ന കുറേ സംഭവങ്ങൾ ഈ ഒരു സീരീസിനകത്തുണ്ട്. പക്ഷേ അതിനെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ്. അതായത് നമുക്ക് ഒരിടത്ത് പോലും ഇതൊരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളെയും പ്രോപ്പറായിട്ട് ക്രിസ്പായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പീക്കസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഒരു റിവ്യൂ ഇടുന്നത്. നിങ്ങൾ അർക്കേൻ എന്ന് പറയുന്ന ഷോ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ പൊന്നു മക്കളെ വെയിറ്റ് ചെയ്യരുത്. ഇതെങ്ങനെയും കാണാൻ വേണ്ടി നോക്ക്. ഒരു പിൽറ്റോവർ എന്ന് പറയുന്ന ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ സോൺ എന്ന് പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേസ്. അവിടെ പാവപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്, അടിച്ചമർത്തപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ 2 ആൾക്കാർക്കിടയിലും വരുന്ന കോൺഫ്ലിക്റ്റ്, ഇവർക്കിടയിലേക്ക് വന്നുപെടുന്ന അതുപോലെ തന്നെ പൗഡർ എന്ന് പറയുന്ന 2 പെൺകുട്ടികളുടെ കഥ, ഇവരെങ്ങനെയാണ് ഈ ഒരു സംഭവത്തിനെയൊക്കെ സർവൈവ് ചെയ്യുക, അതുപോലെ തന്നെ ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ളൊരു സംഭവം വരുന്നു, അതിനെ ഇവരെങ്ങനെ ഫേസ് ചെയ്യും, ഒരു വലിയ ത്രെട്ട് വരുന്നു, അതിനെ എങ്ങനെ ഫേസ് ചെയ്യും. അങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ പീക്ക് സ്ക്രീൻ പ്ലേ, പീക്ക് സ്റ്റോറി ലൈൻ, പീക്ക് വേൾഡ് ബിൽഡിംഗ്, പീക്ക് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, പീക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, പീക്കസ്റ്റ് ഓഫ് പീക്ക് ആനിമേഷൻ, അങ്ങനൊരു സാധനമാണ്. അതായത് ഇതിൻ്റെ മണ്ടയിലോട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അത് സീരീസ് ആൻഡ് മൂവി ഹിസ്റ്ററിയിലെ തന്നെ ഒരു ജമ്മായിരിക്കും. കാരണം ഇതിൻ്റെ മണ്ടയിലോട്ട് ഇനി എങ്ങനെ എടുത്തു വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ അതായത് ആനിമേഷൻ എന്ന് പറയുന്നതിന് ഇത്ര ബ്യൂട്ടി ഉണ്ട്, ഇത്രയ്ക്കും ഒരു ഭയങ്കര വൈൽഡ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു സംഭവമാണ് ഈ അർക്കേൻ. സോ
ദേവി അത് മിസ് ചെയ്യരുത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ